friends, നമ്മളിന്നിവിടെ വെറൈറ്റി ആയിട്ടുള്ളൊരു ജ്യൂസ് റെസിപ്പിയാണ് ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. ചിക്കു കസ്റ്റാർഡ് ജ്യൂസ് അതാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ചിക്കു നമുക്ക് എല്ലാവർക്കും അറിയാം, സപ്പോട്ട. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ജ്യൂസ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ചിക്കു എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നീട് ഞാൻ എടുത്തിരിക്കുന്നത് കസ്റ്റാർഡ് പൗഡറാണ്. നമ്മൾ ഫ്രൂട്ട് സലാഡൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കസ്റ്റാർഡ് പൗഡർ ഉപയോഗിക്കാറില്ലേ, അത് തന്നെയാണ്. ഒരു ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. വാനില എസൻസ് കൂടെ ആഡ് ചെയ്തിട്ടുള്ള കസ്റ്റാർഡ് പൗഡറാണിത്. അപ്പോൾ നമുക്ക് ഷോപ്പിൽ മേടിക്കാൻ കിട്ടും അങ്ങനത്തെ കസ്റ്റാർഡ് പൗഡർ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി അതിനുശേഷം നമുക്ക് വേണ്ടത് പാലാണ്. ഞാനിവിടെ ഒരു 1.5 ഗ്ലാസ് പാല് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. അതിൽ ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വന്നോട്ടെ. അപ്പോൾ അത്രയും സമയം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ ചൂടായി വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതോട് മധുരം അതിലോട് പിടിച്ചോളുമല്ലോ. അപ്പോൾ ആ പഞ്ചസാര നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മധുരം അധികം താല്പര്യമില്ലാത്തവരാണ്, അല്ലെങ്കിൽ ചിക്കു നല്ലപോലെ പഴുത്തതാണെന്നുണ്ടെങ്കിലും ഇച്ചിരി മധുരം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നമുക്ക് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ട് എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്നൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡറിൽ ഒരു 2 ടേബിൾ സ്പൂണോളം പാല് ചേർത്ത് കൊടുക്കുക. നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യരുത്, പാലൊഴിച്ച് തന്നെ മിക്സ് ചെയ്യണം, എങ്കിൽ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ പാലൊഴിച്ചിട്ട് ഈ കട്ടയില്ലാണ്ട് ഇതൊന്ന് എടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ പൊടി എത്രയും ആ പാലിലോട്ട് ഡൈല്യൂട്ട് ആവണ വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നല്ല യെല്ലോ കളറിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, നല്ല യെല്ലോ കളർ ഉണ്ട്. അത് വാനില എസൻസും കൂടെ ആഡ് ചെയ്തതാണ് നമ്മൾ എടുത്തിരിക്കുന്ന കസ്റ്റാർഡ് പൗഡർ. അപ്പോൾ അങ്ങനത്തെ കസ്റ്റാർഡ് പൗഡർ കിട്ടിയില്ല വെച്ചാൽ നമ്മളതിൽ വാനില എസൻസ് ഉണ്ടെങ്കിൽ അതൊരു 1/2 സ്പൂണ് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ ആ ഒരു ഫ്ലേവറും കൂടെ നമുക്ക് എന്താണ് നമ്മളെ ജ്യൂസിന് കിട്ടും. അപ്പോൾ ഇവിടെ പാല് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ചൂടായി കഴിഞ്ഞു. അപ്പോൾ അതിലേക്ക് നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കസ്റ്റാർഡിൻ്റെ ഒരു സിറപ്പോ അല്ലെങ്കിൽ മിക്സോ എന്താണെന്ന് വെച്ചാൽ നമുക്കങ്ങനെ പറയാം. അപ്പോൾ അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പാലും ആ ഒരു യെല്ലോ കളറിലോട്ട് നമുക്ക് ചേഞ്ച് ആവുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. അപ്പോൾ തിളയ്ക്കുന്ന സമയത്ത് ഈ പാലും ഈ കസ്റ്റാർഡ് പൗഡറും എല്ലാം കൂടെ കുക്കായിട്ട് നല്ല തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ഈ ഒരു യെല്ലോ കളറായിട്ട് നമ്മളെ പാല് ചേഞ്ച് ആയത് കാണാം. നമ്മൾ നേരത്തെ തന്നെ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഈ കസ്റ്റാർഡ് പൗഡറും കൂടെ കുക്കായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഒരു 3-4 മിനിറ്റ്സ് മതിയാവും ഇതൊന്ന് കുക്കായി വരാൻ. ഇത് കണ്ടില്ലേ, ഇപ്പോൾ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മളെ പാല് നല്ല തിക്കായി വരാൻ തുടങ്ങും, ഒന്ന് കുറുകി വരും. അപ്പോൾ നിങ്ങളുടെ തിക്നെസ് എത്രത്തോളം വേണം, നമ്മൾ ജ്യൂസ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ തിക്നെസ് അനുസരിച്ച് കുറച്ചുകൂടെ നേരം വേണമെങ്കിൽ നമുക്കൊന്ന് കുറുക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഷേക്കായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് തിക്കായിട്ട് എടുക്കാം. ഞാനിവിടെ അതൊരു ജ്യൂസ് റെസിപ്പി ആയിട്ടാണ് തയ്യാറാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി അങ്ങ് തിക്കാക്കുന്നില്ല. അപ്പോൾ നന്നായിട്ട് ഒന്ന് കുക്കായിട്ടുണ്ട്. കസ്റ്റാർഡ് പൗഡറൊക്കെ നല്ല തിള വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതൊന്ന് നല്ല ഹൈ ഫ്ലെയിമിൽ ഒരു 1 മിനിറ്റ് ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്ന രീതിയിലോട്ട് ഇതുപോലെ ഒന്ന് ചേഞ്ച് ചെയ്യുന്നത് വരെ ഒരു 1 മിനിറ്റ് അതുവരെ ഒന്ന് തിളപ്പിച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിനെ തണുക്കാനായിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇവിടെ മറ്റൊരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് തണുക്കുന്ന സമയത്തേക്ക് നമുക്ക് അടുത്ത സ്റ്റെപ്സ് എന്താണെന്നൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഇച്ചിരി തിക്കായതുകൊണ്ട് കുറച്ച് സമയം പിടിക്കും തണുക്കാനായിട്ട്. ഇനി ഞാനിവിടെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ചിക്കു എല്ലാം ചെറിയ ചെറിയ പീസസ് ആയിട്ട് കുരുവൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലി കളഞ്ഞ ശേഷം അതിനുള്ളിലൊരു വലിയൊരു സീഡ് ഉണ്ടാവും. ആ കുരുവൊക്കെ കളഞ്ഞ ശേഷം ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ചിലർ കുരു മാറ്റിയിട്ട് തോലോട് കൂടിയും ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനൊരു ചവർപ്പുണ്ടാവും. അപ്പോൾ തൊലി കളഞ്ഞിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി അതിനൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ട് നമ്മൾ നേരത്തെ തണുക്കാൻ വെച്ച ആ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് ഇപ്പോൾ തണുത്തിട്ടുണ്ട്. അപ്പോൾ ആ കസ്റ്റാർഡിൻ്റെ മിക്സും ആ പാലിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതിപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടില്ല, നല്ല തിക്കായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വേണമെങ്കിൽ തിക്കാക്കാം കേട്ടോ. അപ്പോൾ ഇനി അതിൻ്റെ ഈ ഒരു ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ തന്നെ ഷുഗറൊക്കെ ആഡ് ചെയ്തതാണ്, അതുകൊണ്ട് തന്നെ പുതുതായിട്ട് ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ പാലിൻ്റെ ആ ഒരു മിക്സിനകത്ത് ഷുഗർ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ആ കസ്റ്റാർഡിൻ്റെ ഒരു സിറപ്പോ അല്ലെങ്കിൽ ജ്യൂസോ അതും കൂടെ ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ മിക്സിയിൽ അടിച്ചെടുത്തതാണ് നമ്മൾ കാണുന്നത്. അതൊരു ലൈറ്റ് ബ്രൗണിഷ് കളറായിട്ടാണ് കാണുന്നത്, ഇച്ചിരി നല്ല തിക്കായിട്ടും കാണുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ആ ഒരു കസ്റ്റാർഡിൻ്റെ പാലിൻ്റെ മിക്സും കൂടെ ആഡ് ചെയ്ത്
കുറച്ചൊന്ന് ലൂസൻ ചെയ്തെടുക്കാം. ഒന്ന് തിക്കായിരിക്കുന്ന ആ ഒരു മിക്സിനെ ഇതുപോലെ മറ്റൊരു ബൗളിലോട്ട് മാറ്റി രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മധുരം കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ അവസരത്തിൽ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ്സിലോട്ട് അത് ഒഴിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസ് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഞാനിവിടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കസ്കസ് വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അതിൻ്റെ ടോപ്പിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചിൽഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത ശേഷം യൂസ് ചെയ്യാം. അതോടെ ഇപ്പോൾ നമുക്ക് ചൂട് കാലമൊക്കെ ആണല്ലോ. അപ്പോൾ ഈ കസ്കസ് നമ്മളെ ശരീരത്തിന് നല്ല തണുപ്പ് നൽകുന്ന ഒരു വസ്തുവായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു കസ്കസും കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഈ ഒരു ജ്യൂസ് നന്നായിട്ട് മിക്സ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കാണുമ്പോൾ നല്ല അട്രാക്റ്റീവായിട്ടുണ്ടാവും. ഒരു ലൈറ്റ് യെല്ലോ കളറോ അല്ലെങ്കിൽ ലൈറ്റ് ബ്രൗൺ കളറോ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. കുടിക്കാനാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും.